ഞാൻ പാസ്റ്റർ കെ ജെ മാത്യുവിൻ്റെയും മേരി മാത്യുവിൻ്റെയും മകളായി, മൂത്ത മകളായിട്ട് എനിക്ക് ജനിക്കുവാൻ ദൈവം കൃപ തന്നു. കർത്താവിൻ്റെ ദാസൻ ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ കർത്താവിൻ്റെ വേലയിലായിരുന്നു. അങ്ങനെ ഞാൻ ചെറിയ പ്രായത്തിലെ ദൈവസ്നേഹത്തിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ 10ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവിനെ എനിക്ക് സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ പപ്പ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ അവിടെ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനായിരിക്കുമ്പോൾ എൻ്റെ 10ാമത്തെ വയസ്സിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. 13ാമത്തെ വയസ്സിൽ അന്ന് പപ്പ IPCയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുകയായിരുന്നുകൊണ്ട് കുമ്മനാട്ട് കൺവെൻഷനിൽ വെച്ച് 13 വയസ്സുള്ളപ്പോൾ ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു. 13 വയസ്സുള്ള സമയത്ത് തന്നെ ഞാൻ പരിശുദ്ധാത്മാവിനാൽ ആത്മാവിൽ നിറഞ്ഞ് പ്രവചന വരത്തോടുകൂടി ദൈവം എന്നെ നിറയ്ക്കുവാൻ സാധിച്ചു. എൻ്റെ വല്യമ്മച്ചിയുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന, പരിശുദ്ധാത്മാവിൻ്റെ കാത്തിരിപ്പ് യോഗത്തിനൊന്നും ഇരുന്നതല്ല, ഞാനൊരു കൊച്ച് 10-15 പേരുള്ള ഒരു പ്രാർത്ഥനയിൽ വല്യമ്മച്ചിയുടെ അടുത്ത് വീട്ടിൽ പോയ സമയത്താണ് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അന്ന് മുതൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം. ഞങ്ങളുടെ വീട്ടിൽ 5 മണിക്ക് എൻ്റെ പപ്പ പാ വിരിച്ചിട്ട് സൈഡിലുള്ള ഒരു മുറിയിൽ ഞങ്ങളെല്ലാവരും വന്നിരിക്കണം. 5 മുതൽ 6 വരെയുള്ള പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മാത്രമേ അമ്മ അടുക്കളയിൽ പോയി ഗ്യാസിൽ ഒരു കപ്പ് കാപ്പിയെങ്കിലും ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ വളരെ ചിട്ടയായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതത്തിൽ വളർന്നു വന്നവളാണ് ഞാൻ. എന്നാൽ അതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും എന്നോട് വ്യക്തിപരമായിട്ട് എൻ്റെ കർത്താവ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ കോളേജിലും പഠിച്ച് ഒരു ഗ്രാജുവേറ്റായി തീർന്നതിന് ശേഷം ഞാൻ 2ാം വർഷം ഗ്രാജുവേറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, മകളെ, നിന്നെ ഞാൻ ശ്രേഷ്ഠമായ ഒരു വേലയ്ക്ക് വേണ്ടി വിളിച്ചവളാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നീ ഒരുങ്ങുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം. എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യാന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം. എറണാകുളത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പപ്പായും അമ്മായും ഇന്ന് 2 പേരും ഇന്ന് ലോകത്തിലില്ല, അവർ സ്വർഗത്തിൽ വിശ്രമിക്കുന്നു. ഞങ്ങൾ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് എൻ്റെ വിവാഹം 1980 കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ഏബ്രഹാമുമായി ചങ്ങനാശ്ശേരി ന്യൂ ഇന്ത്യ ചർച്ചകോടിൽ വെച്ച് നടക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ വിളിയുണ്ടായി. ദൈവമേ, എനിക്കൊരു സ്വഭാവമുണ്ട്, ബൈബിൾ വായിച്ചാൽ എല്ലാ കാര്യങ്ങളും ഞാനത് എഴുതി പ്രാർത്ഥിക്കും. ഇവിടെ ഇന്ന് ദൈവസന്നിധിയിൽ തരേണ്ട മെസ്സേജ് ഏകദേശം 1 മാസത്തിന് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഇതാണ് തിരുവനന്തപുരത്തെ ലേഡീസ് മീറ്റിങ്ങിൽ നീ പറയേണ്ട മെസ്സേജ് എന്ന് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. അത് അപ്പോളെ എൻ്റെ ഡയറിയിൽ എഴുതി അതിനെ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചാണ് ഇന്നലെ വൈകിട്ടും ഹോട്ടലിലിരുന്നപ്പോൾ അതിൻ്റെ ദൈവസന്നിധിയിൽ വെച്ച് അങ്ങനെ എന്നോട് വ്യക്തമായിട്ട് ദൈവാത്മാവിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് സാധാരണയായിട്ടുള്ള ഒരു പാസ്റ്ററെ വേണ്ട, എനിക്ക് ദൈവം ഏറ്റവും ഉന്നതനായ ഒരു ദൈവദാസനായിരിക്കണം. അദ്ദേഹം തികഞ്ഞ അഭിഷിക്തനും സാധാരണയേക്കാൾ ഉന്നതനുമായ ഒരു ദൈവദാസനെ കർത്താവ് എനിക്ക് തരണമെന്ന് പറഞ്ഞ് ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അനേക വിവാഹാലോചനകൾ വന്നെങ്കിലും കർത്താവിൻ്റെ ദാസൻ്റെ പിതാവും മാതാവും ഞങ്ങളുടെ ഭവനത്തിൽ വരികയും 1980 ഞങ്ങളുടെ 2 കുടുംബങ്ങളും ഒരുമിച്ച്, ഇന്നത്തെ പോലെ ഞങ്ങൾ ഫോണിൽ കൂടെ കണ്ടും വീഡിയോയിൽ കൂടെ കണ്ടും ഒന്നും ഉള്ളതല്ല, 2 മാതാപിതാക്കളും ആലോചിച്ച് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിവാഹം കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷം ഞങ്ങൾ ഡൽഹിയിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. ഇന്ന് ന്യൂ ഇന്ത്യ ചർച്ചകോടിൻ്റെ വടക്കേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ്. 1980 ഡിസംബർ 22 ഞങ്ങൾ കടന്നുപോയി. അവിടെ ആരംഭിച്ച പ്രവർത്തനം ഇത്രത്തോളം ദൈവം നടത്തുന്നു. ദൈവം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ദാനമായിട്ട് തന്നിട്ടുണ്ട്. മൂത്ത മകൾ ഷെർലും മാർലോയും, റോഷനും അലക്സും, പിന്നെ രഞ്ജിത്തും സ്നേഹായി. അവർ 3 പേരും ഞങ്ങളുടെ കൂടെ ഡൽഹിയിൽ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ഞങ്ങളുടെ ഏക മകൻ രഞ്ജിത്ത് ക്യാപിറ്റൽ ക്രിസ്ത്യൻ സെൻറ്ററിലെ ഞങ്ങളുടെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അവൻ നല്ല ഒരു ഗാനരചയിതാവും ഗാനം പാടുന്നവനും. 2 പേരും, മൂത്ത മകൾ ഷെർലും അതുപോലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 4 കൊച്ചുമക്കളെ ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ മക്കളെക്കാട്ടിലും കൂടുതൽ സ്നേഹമാണ് എനിക്ക് അവരോട്. 11 വയസ്സ്, 8 വയസ്സ്, 9 വയസ്സ്, 4 വയസ്സ്, 2 ആണും 2 പെൺപിള്ളേരും. അവരെല്ലാം ശനിയാഴ്ച എത്ര എനിക്ക് തിരക്കുണ്ടെങ്കിലും ശനിയാഴ്ചത്തെ ദിവസം എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയുള്ള ദിവസമാണ്.
അവർ 11 മണിയാകുമ്പോൾ 4 പേരും അവരുടെ ബാഗും അവരുടെ പെയിൻറ്റിങ്ങും എല്ലാം എടുത്തു വരും. അവരോട് കൂടെ ഞാൻ വീട്ടിലിരുന്ന് അവർക്ക് വേണ്ടിയ ഭക്ഷണം എന്താണെന്ന് തലേ ദിവസമേ അവരുടെ അമ്മമാരോട് ചോദിച്ച് അവരുടെ കൂടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കും. കൂടെ ഇരുന്ന് ഭക്ഷണം അവർക്ക് വാരിക്കൊടുക്കും. പിന്നെ അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. തിമത്തിയോസിൻ്റെ അമ്മയും വല്യമ്മയെന്ന് പറയുന്ന പോലെ ആ വാക്യങ്ങൾ പോലെ ഞാൻ അവരുടെ കൂടെ ഇരിക്കും. അവർക്ക് വേണ്ടി 4 മണി വരെയുള്ള സമയം ചെലവഴിച്ചിട്ട് അവരെ കാറെ കൊണ്ട് അവരുടെ വീടുകളിൽ വിടും. അതാണ് എൻ്റെ ശനിയാഴ്ചത്തെ ജോലി. ഞായറാഴ്ച സഭായോ ബാക്കി അനേക ബദ്ധപ്പാടുകൾ എനിക്കുണ്ട്. എന്നാൽ ഇന്ന് തിരുവനന്തപുരത്തുള്ള കാട്ടാക്കടയിലായിരിക്കാൻ ദൈവം സഹായിച്ച ദൈവസ്നേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വലിയ ദൂരമാണ്. ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിലാണേലും 3.5 മണിക്കൂറോളം എടുക്കും ഇവിടെ വരുവാൻ. എന്നാൽ നിങ്ങളോടുള്ള അഗാധമായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് ഇവിടെ വന്നത്. ഞാൻ സാധാരണ രീതിയിൽ എൻ്റെ മീറ്റിങ്ങിന് പോകുമ്പോൾ വ്യാഴാഴ്ച ദിവസം പാസ്റ്റർ പോൾരാജ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞ വളരെ ശരിയാണ്. എവിടെ പോയാലും വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് പോകും, വെള്ളിയോ ശനിയോ തിരിച്ചു. എൻ്റെ സഭായോ പോലെ പ്രാധാന്യമുള്ളതാണ് എൻ്റെ വ്യാഴാഴ്ചത്തെ പ്രാർത്ഥന. 2.5 മണിക്കൂർ ഞങ്ങൾ സഹോദരിമാർ ഞങ്ങളുടെ ബേസ്മെൻറ്റിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞാൻ എപ്പം പോയാലും രഞ്ജിത്തിൻ്റെ ഭാര്യ സ്നേഹയെ അത് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് വലിയ ദുഃഖമാണ് ആ വ്യാഴാഴ്ചത്തെ പ്രാർത്ഥന മുടക്കുന്നത്. എന്നാൽ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് വ്യാഴാഴ്ച ഇവിടെ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി തരുന്നു.